ഡോക്ടർ, അതുപോലെ തന്നെ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ കാരണം? പ്രമേഹം ആയിക്കോട്ടെ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളാണ് കൂടി വരുന്നത്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെയാണ് ഇൻഡയറക്ട്ലി റീസൺസ്. ഒന്ന്, ഇപ്പം ഒരുപാട് പണ്ടത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാട്ടിൽ വേട്ടയാടി മൃഗങ്ങളെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ മരത്തിൽ കയറി ഭക്ഷണം കഴിച്ചു, അത്രയും ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നു. ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ, ഫിസിക്കലി ആക്റ്റീവ് വരുന്ന മനുഷ്യനായിരുന്നു. കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ ലിമിറ്റഡ് ആണ്, അത് കൺട്രോൾഡ് ആയിട്ടായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഇവല്യൂഷൻ സംഭവിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഡ്രാസ്റ്റിക് എവല്യൂഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ലക്ഷറിയാണ് പലർക്കും. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ലക്ഷറിയാണ്. അല്ലാതെ ഡേ ടു ഡേ ലൈഫിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. പക്ഷേ നമുക്ക് വേണ്ട ഊർജ്ജത്തിനേക്കാൾ ഒരുപാട് കൂടുതൽ എനർജിയും കാലറിയാണ് നമ്മുടെ ഫുഡ് വഴി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ പോലും ഇപ്പോൾ ഫാറ്റി ലിവർ പോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നു. അപ്പോൾ അതിൽ ജനറ്റിക് റീസൺസ് ഉണ്ടാവും, എൻവയോൺമെൻറ്റൽ റീസൺസ് ഉണ്ടാവും. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ആ ജീവിതശൈലി കൊണ്ടുള്ള രോഗങ്ങൾ കൂടുന്നതിനും കാരണം.